ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് PSC മുൻകാല വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഈ ഒരു വീഡിയോ കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. അടുത്ത എക്സാമിന് പോകുമ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനു മുൻപ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മുൻ വർഷങ്ങളിലായി PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ എത്ര കായലുകളുണ്ട്? കേരളത്തിൽ എത്ര കായലുകളുണ്ട്? ഉത്തരം 34. കേരളത്തിൽ എത്ര കായലുകളാണുള്ളത്? 34 കായലുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം: അന്ധകാരനാഴി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? അന്ധകാരനാഴി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഇതാണ്: ആലപ്പുഴ. അന്ധകാരനാഴി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ. ഉത്തരം ഇതാണ്: ശാസ്താംകോട്ട. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട. അടുത്ത ചോദ്യം: ഏത് കായലിൻ്റെ തീരത്താണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? ഏത് കായലിൻ്റെ തീരത്താണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇതാണ്: വേമ്പനാട്ട് കായൽ. ഏത് കായലിൻ്റെ തീരത്താണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. അടുത്ത ചോദ്യം: കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം ഏത്? കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം എന്താണ്? ഉത്തരം അഴി. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? ഉത്തരം നോക്കിക്കോളൂ. 1971 ഫെബ്രുവരി 2. 1971 ഫെബ്രുവരി 2. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം എന്താണ്? ഉത്തരം അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കാർട്ടോസാറ്റ് 2. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? ഉത്തരം ഇതാണ്: കേരളം. ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നതേത്? താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നതേത്? ഉത്തരം ഇതാണ്: തൊൽക്കാപ്പിയം. അടുത്ത ചോദ്യം: പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഇതാണ്: വയനാട്. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. അടുത്ത ചോദ്യം ഇതാണ്: ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721. അടുത്ത ചോദ്യം നോക്കാം. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര്? 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര്?
ഉത്തരം നോക്കിക്കോളൂ, ആനി ബസന്റ്. അടുത്ത ചോദ്യം ഇതാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ. ഉത്തരം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജത്തിലെ സ്ഥാപകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അവസാന ചോദ്യം ഇതാണ്. തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്. തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്. ഉത്തരം 1949 ജൂലൈ 1. അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക. കാലാവസ്ഥാ ദിനം എന്നാണ്? കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 20, മാർച്ച് 23, മാർച്ച് 22, മാർച്ച് 21. ഇതിൽ നിന്നും ശരിയായൊരു ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.